നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ഉൾക്കൊള്ളാനും തളരാതെ മുന്നോട്ട് നീങ്ങാനും നമുക്ക് 3 വിധത്തിൽ ശ്രമിക്കാവുന്നതാണ്. ഒന്നാമതായി, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ അറിയാനും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കാനും ഈശ്വരൻ സൃഷ്ടിച്ച സാഹചര്യമാണെന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ അനുഭവം ഒരു പാഠമാണ്. അത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ നമ്മെ പ്രാപ്തനാക്കും എന്ന് ചിന്തിക്കാം. അതുമല്ലെങ്കിൽ അശ്രദ്ധയോടും അഹങ്കാരത്തോടും ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഓരോ കർമ്മവും ശ്രദ്ധയോടെ ചെയ്യണം എന്ന് നിശ്ചയിക്കാം. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ ഉണർത്താൻ ചില സാഹചര്യങ്ങൾ ഈശ്വരൻ സൃഷ്ടിക്കും. അതിപ്രകാരമായിരിക്കണം എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതി ഇത്തരം ചില യാതനകളും തപസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അതിലൂടെ കടന്നുപോയേ മതിയാകൂ. അവ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കോ വർദ്ധത്തെ വിനീതഃ കോ വാഹീയത്തെ യോ ദൃപ്തഃ കോ ന പ്രത്യേതവ്യോ ബ്രൂത്തെ യശ്ചാനൃതം ശശ്വതേ. को वर्धते विनीतः को वाहीयते यो दृप्तः को न प्रत्येतव्यो ब्रूते यश्चानृतं ശശ്വതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 45-ാം ചോദ്യം ഐശ്വര്യമുണ്ടാകുന്നത് ആർക്കാണ് എന്നാണ്. സുഖകാരകനായ ശങ്കരനെ ശുദ്ധഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകുമെന്ന് ആചാര്യൻ മറുപടി പറയുന്നു. ജീവിതത്തിൽ ഉയരുന്നവർ വിനയമുള്ളവരാണ് എന്നാണ് മറ്റൊരു ചോദ്യത്തിന് നൽകുന്ന ഉത്തരം. ഈ 2 മറുപടിക്കും വിസ്തരിച്ച് വ്യാഖ്യാനം നൽകുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരാചാര്യ കൃതികളിൽ
പ്രശ്നോത്തര രത്നമാലികയിൽ 45-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സർവസുഖങ്ങളുടെയും മൂലകാരണം പുണ്യമാണെന്നും ദുഃഖത്തിന് കാരണം പാപമാണെന്നും പറഞ്ഞു. തുടർന്ന് കസ്യൈശ്വര്യം യക്കില ശങ്കരമാരാധയേത് ഭക്തിയാ. കസ്യ ഐശ്വര്യം ഭവതി. ആർക്കാണ് ഐശ്വര്യം ഉണ്ടാവുന്നത്? ഐശ്വര്യം സാമാന്യ ലൗകികാർത്ഥം എടുത്താൽ മതി. ഐശ്വര്യ ശബ്ദത്തിന് ശരിക്കും ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരസ്യ ഭാവമാണ്. ഈശ്വരൻ്റെ ഭാവമാണ് ഐശ്വര്യം. എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഐശ്വര്യം. ഈ കഴിവ് നമുക്ക് കിട്ടുന്നത് ഏതെല്ലാം വിഭവങ്ങളിലൂടെയാണോ, ധനമാകാം, ബുദ്ധിവൈഭവമാകാം, വ്യവഹാരത്തിലുള്ള സവിശേഷതകളാവാം, ഐശ്വര്യത്തിന് കാരണങ്ങളാണ്. സാമാന്യമായിട്ടുള്ള ഐശ്വര്യം ലോകത്തിൽ സമ്പന്നതയും സമൃദ്ധിയും ശാന്തി സമൃദ്ധമായ സമ്പത്തിന് നമുക്ക് ഐശ്വര്യം എന്ന് പറയാം. കേവലം സമ്പത്തുണ്ടായതുകൊണ്ട് ഐശ്വര്യമാവില്ല, ശാന്തി സമൃദ്ധമായ സമ്പത്ത്. അപ്പോൾ ചോദ്യം, ഈ ഐശ്വര്യം ആർക്കാണ് ഉണ്ടാവുന്നത്? അവിടെ മറുപടി, യാതൊരാൾ ഭക്തിയാ ഭക്തിപൂർവം ശങ്കരമാരാധയേത്, ശങ്കരനെ, ശ്രീശങ്കരനെ ആരാധിക്കുന്നുവോ, പരമേശ്വരനെ മഹേശ്വരനെ പൂജിക്കുന്നവൻ. നമ്മൾ പല പ്രാവശ്യം ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ദുർലഭമായത് ഹരിഭക്തിയാണെന്നും ഹരിഭക്തി കൊണ്ടാണ് ജീവിതത്തിൽ ഉയർച്ച എന്നുമൊക്കെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞപ്പോൾ അവിടെ ഹരി, ഹരൻ എന്നിത്യാദി വ്യത്യാസങ്ങൾ കൽപ്പിക്കേണ്ടതില്ല എന്ന് പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിവിടെയും ഓർമ്മിക്കേണ്ടതാണ്. ശിവൻ, വിഷ്ണു എന്നിത്യാദി ഭേദങ്ങൾ പരമാർത്ഥത്തിലില്ല. ദേവത എന്നുള്ള തലത്തിൽ വ്യത്യാസമുണ്ട്, ശരിയാണ്. എന്നാൽ ദേവത എന്നുള്ള തലത്തിൽ വ്യത്യാസം എടുക്കുമ്പോൾ തന്നെ അവയിലൂടെ മുഴുവൻ ലക്ഷീകരിക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദേവതാഭേദങ്ങളൊക്കെ അപ്രസക്തമായി കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് കേവലം വ്യാവഹാരികങ്ങളാണെന്ന് ബോധിക്കുന്നുണ്ട്. ഇനി വൈഷ്ണവന്മാർ പറയുന്ന വിഷ്ണുവും ശൈവന്മാർ പറയുന്ന ശിവനും ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഈശ്വരൻ എന്നുള്ള തലത്തിൽ. അപ്പം ദേവത എന്നുള്ള തലത്തിലായാലും ഈശ്വരൻ എന്നുള്ള തലത്തിലായാലും വിഷ്ണു ശിവാദി വ്യത്യാസം പരമാർത്ഥത്തിലില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ചില സ്ഥലത്ത് വിഷ്ണു എന്ന് പറയും, ചില സ്ഥലത്ത് ശങ്കരൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈശ്വര ഏകത്വമാണിവിടെ അഭിലഷിക്കപ്പെടുന്നതെന്ന് സ്പഷ്ടമാണ്. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശം കരോതീതി ശങ്കര, ശം സുഖം. ഇപ്പോൾ സുഖത്തെ നൽകുന്നവൻ, സർവ്വലോകത്തിനും സുഖത്തെ നൽകുന്നവൻ, ഭക്തന്മാർക്ക് സുഖത്തെ നൽകുന്നവൻ, ആരാണ് സുഖപ്രദാനം ചെയ്യുന്നത്? അവനാണ് ശങ്കരൻ. അപ്പം ശങ്കരനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്. അവിടെ ശങ്കരൻ എന്നുള്ളതിന് ഈശ്വരൻ എന്ന് അർത്ഥം എടുക്കുക. ഈശ്വരോപാസന കൊണ്ടാണ് ഐശ്വര്യം ഉണ്ടാകുന്നത്. ഈശ്വരനെ ഉപാസിക്കുമ്പോൾ ഐശ്വര്യം, ഈശ്വരൻ്റെ ഭാവമാണ് ഐശ്വര്യം. അപ്പോൾ എങ്ങനെ ഉപാസിക്കണം? ആരാധയേത്. എങ്ങനെ ആരാധിക്കണം? ഭക്തിയാ. ഭക്തിയാണ് ആരാധനയിൽ മുഖ്യം. അപ്പോൾ ആരാധനാ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലതരം ഉപചാരങ്ങൾ ചെയ്യുന്നുണ്ടാവും. പാദ്യവും അർഘ്യവും, ഇനി അതിനെല്ലാം മുന്നായിട്ട് ആചമനവും ആസനപ്രദാനവും നൈവേദ്യ സമർപ്പണവും ധൂപ ദീപ അലങ്കാരങ്ങളും എല്ലാം ഉണ്ടാവും. വസ്ത്രവ്യജനാദി സമർപ്പണങ്ങളും വിവിധോപചാരങ്ങളുണ്ട്. പക്ഷേ ഈ വിവിധ ഉപചാരങ്ങളോടുകൂടി ചെയ്യുന്ന പൂജയെ വാസ്തവത്തിൽ പൂജയാക്കുന്നത് ആന്തരികമായ ഭക്തിഭാവമാണ്, അല്ലാതെ വസ്തുക്കളുടെ ബാഹുല്യമല്ല. അവിടെ വസ്തുക്കളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പാരമാർത്ഥികമായ ഭക്തിഭാവം ഉള്ളിൽ ഉദ്ദീപ്തമാവാൻ വേണ്ടിയിട്ടാണ്. അത് ഓർമ്മിക്കണം. അപ്പോൾ പൂജയിൽ മുഖ്യം, അഥവാ പൂജയെ പൂജയാക്കുന്നത് നമ്മുടെ ഭക്തിഭാവമാണ്. ഭക്തിയാകട്ടെ പ്രേമമാണ്, ഈശ്വരനിലുള്ള പരമമായ പ്രേമം. ഈശ്വരനിലുള്ള പരമമായ പ്രേമമാണ് ഭക്തി. അപ്പം പ്രേമത്തോടുകൂടി, പ്രേമഭാവത്തോടുകൂടി
ശുദ്ധഭക്തിയോടുകൂടി ആരാണോ സുഖപ്രദനായ സുഖകാരകനായ ശങ്കരനെ ആരാധിക്കുന്നത് അയാൾക്ക് ഐശ്വര്യമുണ്ടാകും. ഇതാണ് പറയുന്നത്. തുടർന്ന് കോ വർദ്ധതേ വിനീത കോ വാഹീയേതയോ ദൃപ്തഃ കോ ന പ്രത്യേതവ്യോ ബ്രൂതേ യശ്ചാനൃതം ശശ്വത. കോ വർദ്ധതേ വിനീതഃ കോ വാഹീയേതയോ ദൃപ്തഃ കോ ന പ്രത്യേതവ്യോ ബ്രൂതേ യശ്ചാനൃതം ശശ്വത. കോ വർദ്ധതേ, ആരാണ് വളരുന്നത്? ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമുക്ക് വളർച്ച അനിവാര്യമാണ്. ഒരു വിദ്യാർത്ഥി ഉയർന്ന വിദ്യാർത്ഥിയാകണം. ഒരു കൃഷിക്കാരൻ കൂടുതൽ ഉയർന്ന കൃഷിക്കാരനാകണം. ഒരു കച്ചവടക്കാരൻ കൂടുതൽ ഉയർന്ന കച്ചവടക്കാരനാകണം. ഒരു സമ്പന്നൻ കൂടുതൽ ഉയർന്ന സമ്പന്നനാകണം. ഒരു പണ്ഡിതൻ കൂടുതൽ ഉയർന്ന പണ്ഡിതനാകണം. എല്ലാ മേഖലകളിലും ഉയർച്ച വേണം. ഇപ്പോൾ ചോദ്യം ലളിതമാണ്. ആരാണ് ഉയരുന്നത്? ആരാണ് വളരുന്നത്? എവിടുന്നാണ് നമുക്ക് വളർച്ചയുണ്ടാകുന്നത്? വളർച്ചയുണ്ടാകുന്നത് തപസ്സിൽ നിന്നാണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ തന്നെയും ഇവിടെ കൂടുതൽ ഉയരുന്നത് വളരുന്നത് ആരാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് വിനീതഃ. വിനയമുള്ളവനാണ് വളരുന്നത്. ഏത് മേഖലയിലായാലും നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണം നമ്മുടെ വിനയഭാവമാണ്, നമ്രതയാണ്. വിനയമുള്ളവന് മാത്രമേ വികസിക്കാൻ സാധിക്കൂ. ഉള്ളിൽ എന്തെങ്കിലും കാതലുണ്ടെങ്കിലേ വിനയമുണ്ടാകൂ. ഉള്ളിലൊരു കാതലില്ലാത്തവൻ ഒരിക്കലും വിനയം ഉണ്ടാവില്ല. അവൻ അഹങ്കാരിയായിരിക്കും. അഹങ്കാരികൾക്ക് ഒരിടത്തും വിജയിക്കുന്നത് പോകട്ടെ, നിലനിൽക്കാൻ തന്നെ സാധിക്കില്ല. അതുകൊണ്ട് ആർക്കാണോ വിനയമുള്ളത്, ആര് വിനീതനാണോ, അവന് ജീവിതത്തിൽ എല്ലാ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. ഇത് നമുക്ക് എപ്പോഴും ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം അമൃതേശ്വരിയെ നമഃ. നമുക്ക് ഏറ്റവും ആരാധ്യനായ മഹാചാര്യനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരളീയർക്ക്, മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല എഴുത്തച്ഛൻ. പക്ഷേ എഴുത്തച്ഛൻ്റെ സംഭാവനകളെക്കുറിച്ച്, നമുക്ക് നൽകിയ മഹത്തായ വരദാനങ്ങളെക്കുറിച്ച് നമ്മൾ, പ്രത്യേകിച്ചും പുതിയ തലമുറ, അത്ര ബോധവാന്മാരാണോ എന്നതിലൊരു സംശയമുണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എത്ര മഹാനായിരുന്നു എന്നതിന് പ്രമാണമായിട്ട് ആചാര്യനെ വന്ദിക്കുന്ന ഒരു മലയാള ശ്ലോകം പ്രസിദ്ധമാണ്. അല്പം സംസ്കൃതവും കലർന്ന മണിപ്രവാള ശൈലിയിലുള്ള ഒരു ശ്ലോകമാണത്. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം എന്നാണ് തുഞ്ചത്ത് ആചാര്യനെക്കുറിച്ച് വന്ദനമായി ചൊല്ലുന്ന ആ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സാനന്ദരൂപം സകലപ്രബോധം, എല്ലാ ജ്ഞാനങ്ങളുമുള്ള ആനന്ദസ്വരൂപനായിരുന്നു ആ മഹാജ്ഞാനി, ആ മഹാഭക്തൻ, ആ മഹാപണ്ഡിതൻ. അതുപോലെ ആനന്ദദാനാമൃത പാരിജാതം, മറ്റുള്ളവർക്ക് പാരിജാത വൃക്ഷം പോലെ അഭീഷ്ടങ്ങളെല്ലാം പ്രദാനം ചെയ്യുന്ന ദിവ്യവൃക്ഷം, ദേവവൃക്ഷം പോലെ ആനന്ദമാകുന്ന അമൃതം ദാനം ചെയ്യുന്ന ആളായിരുന്നു. തൻ്റെ കൃതികളിലൂടെ എല്ലാവരെയും പരമാനന്ദ സമുദ്രത്തിൽ ആറാടിച്ച മഹാവ്യക്തിത്വമായിരുന്നു എഴുത്തച്ഛൻ. മനുഷ്യപത്മേഷു രവിസ്വരൂപം, മനുഷ്യർ ഒരു താമര പോലെയാണെങ്കിൽ, കൂമ്പി നിൽക്കുന്ന ഒരു താമര മുട്ട് വിടരുന്നത് സൂര്യൻ ഉദിച്ച് പ്രകാശം പരത്തുമ്പോഴാണ്. അതുപോലെ എഴുത്തച്ഛനും മനുഷ്യഹൃദയങ്ങളാകുന്ന താമരകളെ വിരിയിച്ച ആദിത്യസ്വരൂപനായിരുന്നു. അത്രയും മഹാനായ ആ തുഞ്ചത്ത് എഴുത്തച്ഛനെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം. നമുക്കറിയാം, നമ്മൾ മലയാളികൾ ആദ്യം തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് സ്മരിക്കുന്നത്
മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന മലയാള ഭാഷയുടെ സ്വരൂപം, ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയുടെ ആ ശൈലി, മലയാളത്തിൻ്റെ വാക്യഘടന, ഇതെല്ലാം ചിട്ടപ്പെടുത്തിയത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന നിമിഷകവി കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞത്, നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷ ക്രമക്കണക്കെ ചരണം എന്ന്. എഴുത്തച്ഛൻ ഉപയോഗിച്ച ഭാഷാക്രമം, ഭാഷയുടെ ആ പ്രയോഗശൈലി, രീതി, അതുതന്നെയാണ് നമ്മളെല്ലാവരും ആശ്രയിക്കേണ്ടത് എന്നാണ് ഈ വരിയുടെ അർത്ഥം. അപ്പോൾ എഴുത്തച്ഛൻ ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളോടൊപ്പം നമ്മുടെ സംസ്കാരത്തിനും മലയാളികളുടെ വ്യക്തിവികാസത്തിനും നൽകിയ സംഭാവനകൾ വളരെ വളരെ സ്മരണീയമാണ്. നമ്മൾ എഴുത്തച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ രാമായണം കിളിപ്പാട്ടാണ്, അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അതിനു പുറമെ മലയാളത്തിന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ഒരു പരമ്പര തന്നെ എഴുത്തച്ഛൻ സംഭാവന ചെയ്തിട്ടുണ്ട്. മഹാഭാരതം കിളിപ്പാട്ട് വളരെ പ്രസിദ്ധമാണ്. പിന്നെ ഭാഗവതവും മലയാളത്തിൽ എഴുത്തച്ഛൻ കിളിപ്പാട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രാമാണികത, എഴുത്തച്ഛൻ എത്രത്തോളം അതിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്, എത്ര ഭാഗങ്ങൾ എഴുത്തച്ഛൻ്റേതല്ല എന്നെല്ലാം ചില വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാഗവതവും എഴുത്തച്ഛൻ്റേതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ പ്രസിദ്ധമായ ഹരിനാമകീർത്തനം മലയാളികളെല്ലാം അനേകം തവണ കേട്ട് പഴകിയിട്ടുള്ള ഹരിനാമകീർത്തനം. അതുപോലെ തന്നെ ദേവീ മാഹാത്മ്യവും എഴുത്തച്ഛൻ മലയാള ഗാനരീതിയിൽ, പാട്ട് രീതിയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ വേദാന്തത്തിലെ വളരെ പ്രൗഢമായൊരു ഗ്രന്ഥം ചിന്താരത്നം എന്നു പേരായ ഒരു ഗ്രന്ഥവും എഴുത്തച്ഛൻ എഴുതിയതായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മലയാള ഭാഷ ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വേണ്ട അനേകം വിഭവങ്ങളും എഴുത്തച്ഛൻ നൽകിയിട്ടുണ്ട്. ഭാഷയുടെ സമൃദ്ധിക്ക് വേണ്ടി മാത്രമല്ല, ആ ഭാഷാഭാഷികളായ ജനതയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടിയും സാംസ്കാരിക വളർച്ചയ്ക്ക് വേണ്ടിയും അപരിമിതമായ സംഭാവനകൾ ചെയ്ത വ്യക്തിയാണ് എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം അല്പമെങ്കിലും കേട്ടുപരിചയിക്കാത്ത ആരും തന്നെ മലയാളികളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. അധ്യാത്മരാമായണത്തിലൂടെയാണ് മലയാളിയുടെ കുടുംബജീവിതവും വ്യക്തിജീവിതവും സമൂഹജീവിതവും, എന്തിനേറെ ഒരു പരിധിവരെ രാഷ്ട്രീയ ജീവിതം പോലും രൂപപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമായും ശ്രീരാമൻ്റെ കഥയാണ്, ശ്രീരാമൻ്റെ ഭക്തിയാണ് അധ്യാത്മരാമായണത്തിലെ വിഷയം. രാമനാമത്തിൻ്റെ മഹാത്മ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആരോഗ്യകരമായൊരു കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് നല്ല വ്യക്തിത്വം സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് രാജനീതിയിൽ ഉള്ള പരസ്പര വ്യവഹാരങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് അനുകൂല സാഹചര്യങ്ങളെ സ്വന്തമാക്കേണ്ടത്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിലെ ചില വരികൾ നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെ ആധ്യാത്മിക തത്വങ്ങളെ അദ്ദേഹം പ്രതിപാദിച്ചു എന്ന്. ഉദാഹരണത്തിന് കർമ്മഫലത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്നൊന്നും അറിയാത്ത മലയാളികളില്ല. അതുപോലെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പറയുമ്പോൾ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന പോകും ആയുസ്സുമോർത്തിയിട നീ എന്ന് ലക്ഷ്മണ സാന്ത്വനത്തിൽ ശ്രീരാമനെ കൊണ്ട് എഴുത്തച്ഛൻ പറയിപ്പിക്കുന്നു. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി മലയാളികൾ മാറോട് ചേർത്ത് വയ്ക്കുന്ന തത്വസംഹിതകളാണ്. അങ്ങനെ രാമായണത്തിലൂടെ പോയി ഹരിനാമകീർത്തനത്തിലെത്തുമ്പോഴേക്കും നമ്മളുടെ ഭക്തിക്ക് നിത്യ അനുഷ്ഠാനമായി മാറിയ ഒരു കീർത്തന കൃതി എഴുത്തച്ഛൻ നമുക്ക് നൽകിയതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ വേദാന്തത്തിലെ ഗഹനതത്വങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ പ്രത്യേകം പ്രതിപാദിക്കുന്ന ചിന്താരത്നം നമുക്ക് എഴുത്തച്ഛൻ നൽകി. ഇതിലൂടെയെല്ലാം ആ മഹാപുരുഷനെ എത്രത്തോളം വാഴ്ത്തിയാലും മതിയാവുകയില്ല എന്ന് നമുക്ക് വ്യക്തമാകും.
അദ്ദേഹത്തിൻ്റെ ആ മഹാനുഭാവൻ്റെ സ്മരണകളും എഴുത്തച്ഛൻ നമുക്ക് നൽകിയ ആശയങ്ങളിലൂടെ പ്രചോദനവും നമ്മൾ എന്നെന്നും കൈമുതലാക്കി മുന്നോട്ട് നീങ്ങി ജീവിതത്തെ സഫലമാക്കാം. മലയാളികൾക്ക് പ്രാതസ്മരണീയനായ തുഞ്ചത്ത് ആചാര്യൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും പ്രണമിക്കാം. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.